السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد النبي الأمين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام. صدق الله العلي العظيم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഈ മഹത്തായ സ്ഥാപനത്തിലെ അധ്യാപകരെ, ഇവിടെ മുമ്പ് പഠിച്ചവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ വിദ്യാർത്ഥിനികളെ, സഹോദരന്മാരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിരുന്നിൻ്റെ അവസാന ഭാഗത്താണ് നാമുള്ളത്. ഈ വിരുന്നിൽ ചില ആസ്വാദനങ്ങളോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാനും ചിന്തിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള പലതും ലഭിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാനുള്ള ആഗ്രഹത്തോടുകൂടെ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ അതിന് തടസ്സമാകുന്ന ഒരു നീണ്ട പ്രഭാഷണം, അതിൻ്റെ അനൗചിത്യത്തെക്കുറിച്ച് ഞാൻ നല്ല ബോധവാനാണ്. ഈ ഒരു സെഷൻ ഉള്ളതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ കൂടി ഇതിലേക്ക്, ഈ പരിപാടിയിലേക്ക് ഞാൻ ചേർത്ത് പറയുകയാണ്. മലയോര പ്രദേശങ്ങളിൽ അവിടെ ഗിരിജനങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടാവും. എന്ന് പറഞ്ഞാൽ ആദിവാസി ഊരുകൾ. ആ ഊരിൽ നല്ലൊരു ഭരണമുണ്ടാകും, കുറേ ആളുകളുണ്ടാകും. ഊരിൻ്റെ മൂപ്പനായി അവരെ നയിക്കുന്ന ഒരു നേതാവുണ്ടാകും. ഊരിലെ എല്ലാവരും ആ നേതാവിനെ ബഹുമാനത്തോടുകൂടെ, ഭയപ്പാടോടുകൂടെ അനുസരിക്കും. അവിടെ ആ ഊരിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന്, അല്ലെങ്കിൽ അവിടെയുള്ള സുഖപ്രദമായ ജീവിതത്തിന് കുറേ നിയമങ്ങളുണ്ടാകും. ഒരു നിയമം ഇതായിരുന്നു: ആ ഊരിലെ ഏതെങ്കിലും യുവതികൾ അവിഹിതമായി ഗർഭം ധരിച്ചാൽ ആ സ്ത്രീയെ കഠിനമായി ശിക്ഷിക്കും. ശിക്ഷ ഇതായിരുന്നു: ഗർഭം അറിഞ്ഞ്, നാട്ടുകാരറിഞ്ഞ് തുടങ്ങുന്നത് മുതൽ ആ സമയത്ത് കടൽ തീരത്ത് കൊണ്ടുപോയി ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കും. ആ ചങ്ങാടത്തിൽ കയറ്റി കുറച്ച് ഭക്ഷണം ഒരിലയിൽ അവിടെ വിളമ്പിയിട്ട് ആ ഭക്ഷണത്തോടൊപ്പം തിരമാലയിലേക്ക് തള്ളിവിടും. എന്താണ് സംഭവിക്കുക എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല.
ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ സ്ത്രീ മത്സ്യങ്ങളുടെ ഭക്ഷണമായി മാറും. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത്തരം കഠിനമായ ശിക്ഷ ഭയന്നുകൊണ്ട് ആ ഊരിൽ ഒരു യുവതിയും അവിഹിത ഗർഭം ധരിക്കാറില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങളില്ല. പക്ഷേ ഒരവസരത്തിൽ ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ശിക്ഷ നടപ്പാക്കി. ആ സ്ത്രീയെ ഒരു ചെറിയ ചങ്ങാടത്തിൽ കയറ്റി അല്പം ഭക്ഷണം വിളമ്പി വെച്ചു, തിരമാലയിലേക്ക് തള്ളിവിട്ടു. പക്ഷെ ഈ നൗക അല്ലെങ്കിൽ ഈ ചങ്ങാടം പോയി അത് മറിയാണ്ട് ചെരിയാണ്ട് പോയി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു മറുകരയിലെത്തിപ്പെട്ടു. അപ്പോഴേക്ക് ഈ സ്ത്രീയുടെ ഗർഭം വളർന്നുകൊണ്ടിരിക്കുന്നു. ആ കരയിൽ പറ്റിപ്പിടിച്ച് കയറി. അതുവരെ കടൽ വെള്ളമായിരുന്നു കുടിച്ചിരുന്നത് ജീവിതം നിലനിർത്താൻ. ആ കരയിൽ ആരും ഭക്ഷണം ഒരുക്കി വെച്ചിട്ടില്ല. കാട്ടുകിഴങ്ങുകൾ മാന്തി അത് പച്ചക്കോ അല്ലാതെയോ കഴിച്ച് അവിടെയുള്ള ഫലങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ ജീവിച്ചു. അങ്ങനെ നല്ല ആരോഗ്യം വന്നു. ഈ കുട്ടിക്ക് പൂർണ്ണ വളർച്ചയെത്തി. നല്ല പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ ആ ദ്വീപിൽ രണ്ടാളായി, ഒരമ്മയും ഒരു മകനും. ആൺകുട്ടിയായിരുന്നു. അങ്ങനെ രണ്ടാളും സുഖമായി ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഈ കുഞ്ഞിങ്ങനെ വളർന്നു. ഒരു 5-6 വയസ്സായി. അമ്മയോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നു, അമ്മയോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ചുറങ്ങുന്നു. അങ്ങനെ ഒരു പഴം പറിച്ചെടുക്കാൻ വേണ്ടി കൈ എത്താത്തത് കൊണ്ട് തോട്ടി കെട്ടി ആ പഴം പറിക്കുന്ന മധ്യേ, പഴം പറിക്കുന്നതിനിടയിൽ ഈ തോട്ടിയുടെ കനമുള്ള പിൻഭാഗം തൻ്റെ ഓമനക്കുഞ്ഞിൻ്റെ തലക്കടിച്ചു പോയി. കുഞ്ഞിന് നന്നായി വേദനിച്ചു. കുഞ്ഞൊന്നും നോക്കിയില്ല. അമ്മക്കിട്ട് 4 അടി കൊടുത്തു ദേഷ്യം പിടിച്ചപ്പോൾ. സ്വാഭാവികമാണ്. അപ്പൊ ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേദനയായ കുഞ്ഞല്ല ഇപ്പൊ കരയുന്നത്. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നീ എങ്ങനെയാണ് എന്നെ തല്ലിയത്? ഞാൻ എൻ്റെ ആരാ? ഞാൻ എൻ്റെ അമ്മയാണ്. ഞാനാണ് നിന്നെ പ്രസവിച്ചത്. എൻ്റെ ഈ വയറ്റിലാണ് നീ വളർന്നത്. അങ്ങനെ ഞാൻ പ്രയാസപ്പെട്ട് നിന്നെ ഗർഭം ചുമന്നു, പ്രയാസപ്പെട്ട് നിന്നെ പ്രസവിച്ചു. ഞാൻ എന്നെ മുലയൂട്ടി, നിനക്ക് മുലപ്പാൽ തന്നു, എന്നെ വളർത്തി ഈ വലുപ്പമാക്കി. മോനെ, ഈ അമ്മയെ നീ എങ്ങനെ തല്ലും എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ആള് ഈ അമ്മയാണ് ഗർഭം ധരിച്ചത്, അമ്മയാണ് പ്രസവിച്ചത്, അമ്മയാണ് മുല കൂട്ടിയത്. ഈ കുട്ടിക്ക് എങ്ങനെ ബോധ്യമാവും? ഞാനിങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാ പ്രസവിച്ചത്? നിങ്ങൾ ആദ്യം മുലപ്പാൽ കുടിച്ചതെന്നാ? പോട്ടെ, അവസാനം മുലപ്പാൽ കുടിച്ചതെന്നാ? അതെന്താ നിങ്ങൾ മുലപ്പാൽ കുടിച്ചില്ലേ? നിങ്ങൾ അമ്മയുടെ ഗർഭാശയത്തിൽ വളർന്നവരാണല്ലോ. ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഈ കാണുന്ന എല്ലാവരും. അപ്പൊ ഈ കുട്ടി നിഷേധിക്കുന്നു. കുട്ടിക്കത് മനസ്സിലാകുന്നേ ഇല്ല. അമ്മയോ എന്നെ ഈ ചെറിയ വയറ്റിൽ എന്നെ ഈ ചെറിയ വയറ്റിൽ കൊണ്ടു നടന്നു. എന്നിട്ട് എന്താ പ്രസവം? എന്താണ് പ്രസവം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അറിയില്ല. നമുക്കറിയുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ചുറ്റുപാടും കാണുന്നത് കൊണ്ടാണ്. അപ്പോ ഈ മനുഷ്യൻ കാണാത്തതിന് മാത്രമല്ല, അവൻ അനുഭവിച്ച കടന്നു വന്ന യാഥാർത്ഥ്യത്തെ തന്നെ നിഷേധിക്കുന്നവനാ മനുഷ്യൻ. അതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ.
ഈ കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിലാണ് ഉണ്ടായത്, വളർന്നത്. അമ്മയാണ് പ്രസവിച്ചത്, മുലയൂട്ടിയത്. അവൻ കടന്നു വന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ അവൻ നിഷേധിക്കുന്നു. ഇതാണ് മനുഷ്യൻ. നമുക്കറിയുന്നത് കൊണ്ട്, പല അനുഭവങ്ങളിലൂടെ നമ്മൾ കാണുന്നത് കൊണ്ട് നമ്മൾ അതിനെ തള്ളിപ്പറയുന്നില്ല, നാം അത് വിശ്വസിക്കുന്നു. യഥാർത്ഥം നമുക്ക് ബോധ്യപ്പെടുമോ? അപ്പൊ ഈ കുഞ്ഞിന് ഇത് ബോധ്യപ്പെടാനുള്ള ഒരടയാളവും ഇല്ലാത്തത് കൊണ്ട് നിഷേധിക്കുന്നു. ഇതാണ് മനുഷ്യന്റെ സ്വഭാവമെങ്കിൽ കണ്ട് ബോധ്യമായതിനെ അവൻ അംഗീകരിക്കുകയുള്ളൂവെങ്കിൽ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങൾ പോകട്ടെ, മനുഷ്യന്റെ ഓരോ കാര്യങ്ങളും അവന് അനുഭവിച്ചതല്ല, അവന് പരിചയമില്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ അദൃശ്യമായിട്ടുള്ളതാണ്. ഈ അനന്തവിസ്തൃത മഹാപ്രപഞ്ചം എത്രയാണ് അതിൻ്റെ വലുപ്പം? 10,000 കോടി നക്ഷത്രങ്ങൾ വീതമുള്ള 10,000 കോടി ഗാലക്സികളിലെ ഒരു ഗാലക്സിയായിട്ടുള്ള ഈ നമ്മൾ നിൽക്കുന്ന ഗാലക്സിയിൽ 10,000 കോടി നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ താരതമ്യേന ചെറിയൊരു നക്ഷത്രമായ സൂര്യൻ്റെ ചുറ്റും കറങ്ങുന്ന അതിൻ്റെ മക്കളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗം വെള്ളം, ഒരു ഭാഗത്ത് മാത്രം താമസിക്കുന്ന ഈ കൊച്ചു മനുഷ്യൻ, അവൻ ആരാണ്? ഈ കൊച്ചു മനുഷ്യൻ ആരാണ്? ഈ കൊച്ചു ഗൃഹത്തിലുള്ള മനുഷ്യൻ ആരാണ്? അവൻ അറിയില്ല, ഒരു നിലയിലും അറിയാൻ സാധ്യതയില്ല. അവൻ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, വന്നത് അറിയില്ല. ഇനി എങ്ങോട്ട് പോകുന്നു അറിയില്ല. ഈ വലിയ പ്രപഞ്ചത്തിലെ ഈ ചെറിയ ഭൂമിയിലേക്ക് എന്തിനു വന്നു അറിയില്ല. മനുഷ്യനെ ബാധിക്കുന്ന എല്ലാം അദൃശ്യമാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ നേരത്തെ പറഞ്ഞ ഈ കണ്ണുകൊണ്ട് കണ്ട് അനുഭവിക്കാൻ കഴിയാത്ത ഈ യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുക സ്വാഭാവികമാണ്, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ളതുപോലെ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയാൻ ആരംഭിച്ചു, ഒന്നാമത്തെ മനുഷ്യൻ മുതൽ. അങ്ങനെ പ്രവാചകന്മാരിലൂടെ അല്ലാഹു പറയാൻ തുടങ്ങി. ആ പ്രവാചകന്മാർക്ക് കൊടുത്ത ഏടുകളിലൂടെ, കിതാബുകളിലൂടെ പറയാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യന്റെ ഏതാണ്ട് അവസാന ഘട്ടമെത്തിയപ്പോൾ ഇതേവരെ വന്നിട്ടില്ലാത്തൊരു വലിയ പ്രവാചകനെ, ഇതേവരെ വന്നിട്ടില്ലാത്ത വലിയൊരു കിതാബ് പരിശുദ്ധ ഖുർആൻ ശരീഫ്, അതുമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രവാചകൻ, ഈ പറഞ്ഞ നമ്മുടെ ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നു. അള്ളാഹു പറഞ്ഞയച്ചു. അതുകൊണ്ട് ഈ പറഞ്ഞയച്ച പ്രവാചകന്മാർ, ഈ പറഞ്ഞ കിതാബുകൾ എന്താണോ അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. പക്ഷേ അത് സ്വീകരിച്ചവർ വളരെ വിരളമാണ്, വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ചുറ്റും നമുക്ക് ഒരുപാട് മതങ്ങളെ കാണാം, ഒരുപാട് ഇസങ്ങളെ കാണാം, ഒരുപാട് ദർശനങ്ങളെ കാണാം, ഒരുപാട് കാഴ്ചപ്പാടുകളെ കാണാം. പക്ഷെ അവയൊന്നിൽ നിന്ന് ഒന്ന് മാത്രമേ ശരിയുള്ളൂ, അള്ളാഹു പറഞ്ഞത് മാത്രം. അള്ളാഹു നമ്മോട് മാത്രമല്ല സംസാരിക്കുന്നത്, അവൻ സൃഷ്ടിച്ച എല്ലാറ്റിനോടും സംസാരിക്കുന്നു. 500 കോടി കൊല്ലം മുമ്പ് സൂര്യനെ ഉണ്ടാക്കി വെച്ചപ്പോൾ ആ സൂര്യനോട് പറഞ്ഞു, ഇതാ ഈ കാണുന്ന ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും കൂട്ടി ഇന്ന സ്ഥാനത്ത് നിന്ന് ചലിക്കണം, ഇന്ന സ്ഥാനത്ത് വന്ന് അവസാനിപ്പിക്കണം, അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. നാം ഭൂമുഖത്ത് കറങ്ങുന്നു, ഭൂമി നമ്മെ കൊണ്ട് കറങ്ങുന്നു, ഭൂമിയെ കൂട്ടി ഈ സോളാർ സിസ്റ്റം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുന്നു, എല്ലാം കറങ്ങുന്നു, പ്രപഞ്ചം മൊത്തം കറങ്ങുന്നു, അത് വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ മനുഷ്യൻ അവന് ചുറ്റും കാണുന്ന എല്ലാറ്റും അതിൽ ഇത് മാത്രമേ ശരിയുള്ളൂ,
ആ ശരി എന്താണെന്ന് അറിയാനും അത് ഉൾക്കൊള്ളാനും മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി. അങ്ങനെ നാം എല്ലാവരും മുസ്ലിങ്ങളായി. ഇനി എന്താവണം? നാം ആ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങേയറ്റം നന്ദി ചെയ്യണം. നന്ദി ചെയ്യണമെങ്കിൽ അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തതാണ്. അതിനാണ് നമ്മുടെ അകക്കണ്ണ് തുറപ്പിക്കുന്നത്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട്, ഞാനതൊന്നും പാരായണം ചെയ്ത് സമയം കളയുന്നില്ല. ഖുർആൻ പറയുന്നു, അകം കാഴ്ചയാണ്. നിങ്ങളുടെ അകം കാഴ്ച ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അകക്കണ്ണുകൊണ്ട് കാണണം, അകം കേൾവി കൊണ്ട് കേൾക്കണം. അള്ളാഹു നമ്മെ വിളിച്ചു പ്രവാചകനിലൂടെ, പ്രവാചകൻ നമ്മെ വിളിച്ചു അള്ളാഹുവിലേക്ക്. എന്താ അള്ളാഹുവിന്റെ അടുക്കലുള്ളത്? നിത്യാനന്ദത്തിന്റെ മഹാവിരുന്ന്. ഇതുപോലെയുള്ള വിരുന്നല്ല. നുസുലം മിൻ ഗഫൂരിർ റഹീം. നിലക്കാത്ത, അക്ഷയമായിട്ട് ഒരിക്കലും ക്ഷയിച്ചു പോവാത്ത ശാശ്വതമായ ആ സുഖം മനുഷ്യന്റെ ഒരു വാഞ്ചയാണ്. സുഖിക്കണം, സുഖിക്കണം, സുഖിക്കണം. ഇവിടെ ഒരു സുഖവുമില്ല. വയറ് നിറയെ നല്ല ബിരിയാണി കിട്ടി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ബിരിയാണി, അതോടനുബന്ധിച്ച് ഒരുപാട് വിഭവങ്ങൾ വേറെയും. നമ്മൾ നന്നായി വയറ് നിറച്ചു, പിന്നെ സുഖമില്ല, പിന്നെ വിസർജിക്കണം. അതല്പം ദഹനക്കേട് ഒന്നും ഇങ്ങോട്ടും പോകുന്നില്ല അങ്ങോട്ടും പോകുന്നില്ല എന്ന് സങ്കല്പിച്ച് നോക്കുക, സുഖമുണ്ടോ? ലൈംഗികമായ സുഖം ഭയങ്കരമാണ് എന്നൊരാൾ മനസ്സിലാക്കിയിട്ട് ഒരു കല്യാണം കഴിച്ചു, ലൈംഗികമായി ബന്ധപ്പെട്ടു, ചെറിയ സുഖം കിട്ടി, അതാ പിന്നെ ഗർഭം, പിന്നെ പ്രസവം, പിന്നെ കല്യാണം കഴിക്കുക. മനുഷ്യനതിനാ ഓടിക്കൊണ്ടിരിക്കുന്നത്. വീടുണ്ടാക്കുക, കല്യാണം കഴിക്കുക. നോക്ക് എവിടെ സുഖമുള്ളത്? 10 ബെഡ്റൂമുള്ള വലിയ വീടെടുത്ത് എല്ലാം എയർ കണ്ടീഷൻ. ഒരു റൂമിലല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഉറങ്ങിയിട്ട് ഭീകര സ്വപ്നങ്ങൾ കാണുന്നു, അവൻ വീർത്തൊലിക്കുന്നു. എവിടെയാ സുഖമുള്ളത്? ദുന്യാവിൽ സുഖമേ ഇല്ല. ഞാൻ സാധാരണ എൻ്റെ ഒരു ഭാഷയുണ്ട്, ഇവിടത്തെ ഏത് സുഖമുണ്ടോ അതിൻ്റെ പേര് മാണ്ടില്ലായിരുന്നു എന്നാ എൻ്റെ ഭാഷ പറഞ്ഞ. ഇവിടുത്തെ ഏത് സുഖം നിങ്ങൾ നല്ലോണം കല്യാണത്തിനൊക്കെ വേറെ നിറച്ചടിച്ചു, വീട്ടിലെത്തിയ ഭാര്യനോട് പറയാം, തിന്നിട്ടില്ലായിരുന്നു, മാണ്ടില്ലായിരുന്നു. ഇവിടെ ഏത് തെറ്റുകൾ ചെയ്തു നോക്കൂ, മാണ്ടില്ലായിരുന്നു. സുഖത്തിന് വേണ്ടിയാണല്ലോ. പണം ചെലവഴിച്ചു, ഇരുട്ടുണ്ടാക്കി, ആളുകൾ കാണാതിരിക്കാൻ, അറിയാതിരിക്കാൻ മറകൾ ഉണ്ടാക്കുന്നു, ഇരുട്ടുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ടോ വേണ്ടില്ലായിരുന്നു, മാണ്ടില്ലായിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും വേണം ആഗ്രഹിക്കുന്ന, വലക്കും ഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അഅ്യുൻ. നിങ്ങളുടെ മനസ്സ് എന്തിച്ഛിക്കുന്നുവോ, നിങ്ങളുടെ കണ്ണിന് എന്താണോ കുളിർമയുള്ളത്, അതെല്ലാം സ്വർഗത്തിലുണ്ട്. വേണ്ടില്ലായിരുന്നു എന്നൊരു വാക്ക് പോലും അവിടെയില്ല. ആ സ്വർഗം, അതിലേക്കാണ് പ്രവാചകനിലൂടെ അള്ളാഹു ക്ഷണിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത്, ആ സൗഭാഗ്യത്തിന്റെ വിരുന്നൊരുക്കി വെച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിരുന്ന് നേടാൻ എന്തൊക്കെ വേണോ എല്ലാം നമ്മെ പഠിപ്പിച്ചു. സൗകര്യങ്ങൾ തന്നു, എല്ലാതരം സൗകര്യങ്ങളും തന്നു. ഈ സൗകര്യങ്ങൾ തന്ന അള്ളാഹുവിനെ, അള്ളാഹു തന്ന സൗകര്യങ്ങൾ അനുനിമിഷം, ഓരോ നിമിഷത്തിലും നമ്മൾ ഉപയോഗിക്കുകയും എന്നിട്ട് അവനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു പാവപ്പെട്ട കുടുംബം, ഒരു മറച്ചു കെട്ടിയൊരു വീട്, ഭാര്യ, മക്കള്, അയാളുടെ മാതാപിതാക്കൾ, ഇങ്ങനെയുള്ളൊരു കുടുംബം. ഏതോ ഒരാൾ വന്നിട്ട് അയാൾക്ക് നല്ലൊരു വീടെടുത്തു കൊടുത്തു. ഓരോ നേരത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ കുറേ കാലങ്ങൾ ഇത് ആസ്വദിച്ച് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് തുടങ്ങുമ്പോൾ തന്നെ അന്വേഷിക്കൂലേ, ആരാണിത് തരുന്നത്? ഈ തരുന്ന, കൊണ്ടുപോയി കൊടുക്കുന്ന ആളോട് ചോദിക്കില്ലേ, നിങ്ങൾക്ക് ആര് തരുന്നു? അപ്പൊ അയാൾ പറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? അയാളൊന്ന് കാണിച്ചു തരും. ഇയാളൊന്നും അറിയുന്നില്ല. നല്ല വീട്, എല്ലാ സൗകര്യവും, അവിടെ എല്ലാ ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്.
അയാൾ അറിയാതെ എല്ലാം ലഭ്യമാകുന്നുവെങ്കിൽ അത് നൽകിയ ആളെ കുറിച്ച് അന്വേഷിക്കുകയും ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഏതൊരു മനുഷ്യനാണെങ്കിലും, മൂക്ക് കീപ്പട്ടുള്ള ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കില്ലേ? നോക്കൂ, നമ്മളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു, ഈ തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം തന്നു. ഈ സൗകര്യം കൊടുക്കുന്നിടത്ത് അള്ളാഹു വിവേചനം കാണിക്കുന്നില്ല. എന്നെ അംഗീകരിക്കുന്നുണ്ടോ, എന്നെ തള്ളിപ്പറയും, അതൊന്നും അള്ളാഹു നോക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, അത് ചെറിയൊരു പ്രപഞ്ച. അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് അദൃശ്യമായ പ്രപഞ്ചമുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്, അർശുണ്ട്, കുർസുണ്ട്, ലൗഹുണ്ട്, കലമുണ്ട്. എല്ലാം അള്ളാഹുവിൻ്റെതാ. വഖലഖ കുല്ല ശൈഇൻ, എല്ലാം അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ നോക്കൂ, ഇഖ്റ ബിസ്മി റബ്ബിക്, നിന്നെ പോറ്റുന്ന റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക. ആദ്യം പരിചയപ്പെടുത്തുന്ന റബ്ബിനെ, പോറ്റുന്ന റബ്ബിനെ നീ വായിക്കുക. ഏതാണ് അവൻ? ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. വീണ്ടും പറയുന്നു ഖലഖ, സൃഷ്ടിച്ചിരിക്കുന്നു. ഖുർആൻ തുടങ്ങുമ്പോൾ തന്നെ ആവർത്തന. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. സൃഷ്ടിച്ചിരിക്കുന്നു, വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞ ഖലഖ, സൃഷ്ടിച്ചിരിക്കുന്നു. ആരെ? മനുഷ്യനെ. ആദ്യം പറഞ്ഞ് സൃഷ്ടിച്ചിരിക്കുന്നു എന്തിനെ? എല്ലാറ്റിനെയും. വഖലഖ കുല്ല ശൈഇൻ, എല്ലാറ്റിനെയും അവൻ സൃഷ്ടിച്ചു. ഞാൻ മനുഷ്യൻ, എന്നെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക, ആദ്യം പറയുന്നു. അപ്പൊ അള്ളാഹു എല്ലാ സൃഷ്ടിച്ച എല്ലാ സൗകര്യങ്ങളും തന്നു. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അതിനേക്കാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ പുൽകാനും അതനുസരിച്ച് ജീവിക്കാനും സൗഭാഗ്യം ലഭിച്ച നമുക്ക് തീർച്ചയായിട്ടും അള്ളാഹുവിന് ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട്. അങ്ങനെ നന്ദി പറഞ്ഞ് കാണാൻ ആഗ്രഹിക്കണം, വീണ്ടും കാണാൻ ആഗ്രഹിക്കണം. ഇതൊക്കെ തന്ന അള്ളാഹു ഒന്ന് കാണണം എന്ന് മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ ആ കാണലാണ് 5 നേരത്തെ നമസ്കാരം. അല്ലാഹു അക്ബർ, കൈപ്പൊക്കി കീഴടങ്ങുക. നീയാണ് വലിയവൻ അല്ലാഹുവേ, അല്ലാഹു വലിയവൻ, ഞാൻ വിനീതനായ നിസ്സാരനായ അടിമ. എൻ്റെ ഒരു താല്പര്യവും ഞാൻ പരിഗണിക്കാതെ നിന്റെ മാത്രം താല്പര്യം അനുസരിച്ച് ഞാൻ ജീവിക്കുകയുള്ളൂ. നീയാണ് വലിയവൻ, ഞാൻ നിസ്സാരൻ എന്ന് കൈപ്പൊക്കി കീഴടങ്ങുകയാണ്. അല്ലാഹു അക്ബർ. എന്നിട്ട് പറയുന്നു, ഞാൻ എന്നെ തിരിച്ചു വെച്ചു. വജ്ജഹ്തു വജ്ഹി, ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ തിരിച്ചു വെച്ചു. എങ്ങോട്ട്? ഫതറസ് സമാവാതി വൽ അർള്. കണ്ടോ, നമസ്കാരം തുടങ്ങുമ്പോൾ തന്നെ അവൻ നിൽക്കുന്ന ഭൂമിയിൽ നിന്ന് സഞ്ചാരം തുടങ്ങി. എന്നിട്ട് ഈ പറഞ്ഞ പ്രപഞ്ചങ്ങളിലൂടെ അവൻ വിഹരിക്കുകയാണ്, അവൻ സഞ്ചരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിനെ കണ്ടെത്തിയിട്ട് പറയുന്നു, ഞാൻ എന്നെ നിന്നിലേക്ക് തിരിച്ചു വച്ചു. ഉണ്ടോ? അള്ളാഹുലേക്ക് തിരിക്കുന്ന എന്തിനാ? അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് എന്നെ കാണണം. അങ്ങനെ അള്ളാഹുവിന്റെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. എന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ആ സഹായത്തിൽ ഏറ്റവും വലിയ സഹായം ഏതാ? അല്ലാഹുവേ, നീ എനിക്ക് സന്മാർഗം തന്നു, ഇനി എന്നെ വഴി പിഴപ്പിക്കരുത്, എന്നെ വഴി തെറ്റിക്കരുത്. യഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ ചോദ്യത്തിന് മറുപടിയാണ് അടുത്ത സൂറ മുതൽ അവസാനം വരെ പറയുന്നത്. ഹുദല്ലിൽ മുത്തഖീൻ, നിങ്ങൾ ചോദിച്ച ഹുദ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ഖുർആൻ വന്നിരിക്കുന്നു. ആ നമസ്കാരം അല്ലാഹു പറയുന്നു, വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നമസ്കാരം വലിയ ഭാരമുള്ളതാണ്. അതിന് ടാക്സ് കൊടുക്കേണ്ട, ഒരു ചെലവുമില്ല. 5 നേരവും അംഗശുദ്ധി വരുത്തി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നന്നായി ചെയ്യുന്നൊരു ഇബാദത്താണ്. പക്ഷേ അധികം ആളുകൾക്കും അത് ഭാരമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്ന അള്ളാഹുവിനെ കാണണം.
യളുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം, അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നാഗ്രഹിക്കുന്ന, മുട്ടണം, കാണണം എന്നാഗ്രഹിക്കുന്നവർക്ക് നമസ്കാരം വളരെ ലഘുവായതാണ്. കണ്ട, അള്ളാഹുവിനെ കാണുന്ന ഏതല്ലാഹു? ഈ പറഞ്ഞ അള്ളാഹു. അതിനേക്കാൾ ഉപരി നമുക്ക് പ്രവാചകനിലൂടെ, ഖുർആനിലൂടെ, മറ്റ് പ്രവാചകന്മാർ പഠിപ്പിച്ചതെല്ലാം, എല്ലാ കാര്യവും നമുക്ക് വിശദീകരിച്ച് തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ രീതിയിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അത് നമ്മെ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിനെ ഇഷ്ടപ്പെടണം. ദാഖ തുഅമൽ ഈമാൻ, മൻ ദാഖ തുഅമൽ ഈമാൻ, വിശ്വാസത്തിന്റെ ടേസ്റ്റ് അറിഞ്ഞു. അല്ലെങ്കിൽ 3 കാര്യം ഒരാളിൽ അതുണ്ടായി കഴിഞ്ഞാൽ അയാൾ ശരിയായ രീതിയിൽ ഈമാനിന്റെ ടേസ്റ്റ് അറിഞ്ഞു. എന്താണത്? ഒന്നാമത്തേത്, അള്ളാഹുവിനെയും റസൂലിനെയും മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക. എനിക്കെൻ്റെ അള്ളാഹു, എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച പാഠങ്ങൾ, അതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത്. മറ്റൊന്നും എനിക്ക് പ്രിയങ്കരമല്ല. അതിനുശേഷമേ അതുള്ളൂ. രണ്ടാമതായി, ഒരാളെ അയാൾ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന് വേണ്ടി, മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതേപോലെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് ഈ മഹത്തായ ദീനുൽ ഇസ്ലാം, നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയെല്ലാം അസത്യമാണ്, തെളിവില്ലാത്തതാണ്, അകം കൊണ്ട് ചിന്തിച്ചാൽ കാണാൻ ഇല്ലാത്തതാണ്, അത് വെറും നിഷ്ഫലമാണ്, അത് അസത്യമാണ്. ഇത് മാത്രമേ ശരിയുള്ളൂ. കാരണം ഈ ദീനുൽ ഇസ്ലാം അത് നമ്മുടെ മാത്രം ദീനല്ല, ഈ ഭൂമിയുടെ ദീനാണ്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദീനാണ്, സൃഷ്ടികളുടെ മുഴുവൻ ദീനാണ്. നമ്മൾ ഉൾക്കൊണ്ട ദീൻ ഏതാണ്? ദീനുൽ ഇസ്ലാം ഏതാണ്? ഏത് മതത്തിലാണ് നമ്മൾ ഉള്ളത്? ഈ പ്രപഞ്ചത്തിന്റെ മതത്തിലാണ് ഉള്ളത്. ബാക്കി നിങ്ങൾ ഏതെടുത്തു നോക്കൂ, ഏതെങ്കിലും ഒരാളുടെ പേരിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയോ ഒക്കെ പേരിലാണ് ഓരോ മതങ്ങളും ദർശനങ്ങളും. ഇസ്ലാം അതില്ല. ഇസ്ലാം അനുസരണം. ആര്? സൃഷ്ടികൾ. ആർക്ക്? സൃഷ്ടാവിന്. വളരെ ലഘുവാണ്. ഇസ്ലാം എന്താണ്? അനുസരണം. ആര്? മനുഷ്യൻ. ആരെ? സൃഷ്ടാവിന്. ആരനുസരിക്കുക? സൃഷ്ടികൾ മുഴുവനും. ആരെ? സൃഷ്ടാവിന്. വളരെ ലഘുവാണ്, ബുദ്ധിക്ക് യോജിച്ചതാണ്, എല്ലാറ്റിനോടും യോജിച്ചതാണ്. അങ്ങനെ മനോഹരമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മനോഹരനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമനോഹരമായ ദീനുൽ ഇസ്ലാം, അത് എൻ്റെ ദീനാണ്. ഈ ദീന് പഠിപ്പിക്കുന്ന ഖുർആൻ എൻ്റേതാണ്, എൻ്റെ പ്രവാചകൻ. അങ്ങനെ ഇഷ്ടപ്പെട്ട് മാറോടണച്ച് പിടിച്ചുകൊണ്ട്, ഇവിടെ നിന്ന് അത് മുറുകെ പിടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഇവിടെ നിന്ന് സ്വപ്നത്തിൽ നമ്മുടെ ഭാവനയിൽ കണ്ടതുപോലെ യഥാർത്ഥത്തിൽ കാണാനുള്ള ആഗ്രഹം, അത് നമ്മുടെ ജീവിത അന്ത്യം വരെ, അവസാനം വരെ നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയം പ്രതീക്ഷിക്കാനുള്ളൂ, വിജയിക്കുകയുള്ളൂ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.